മഹാദേവ്, നിങ്ങൾക്കറിയോ നന്ദി എങ്ങനെയാണ് ശിവന്റെ വാഹനമായതെന്ന്? നന്ദി മനുഷ്യനായിരുന്നെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നന്ദിയുടെ കഥയാണ് ഞാൻ ഇന്ന് പറയുവാനായി പോകുന്നത്. ശിലാട എന്ന് പറയുന്ന ഒരു സന്യാസി ഉണ്ടായിരുന്നു. കുറെ കാലങ്ങൾ തപസ് ചെയ്തു, കുറെ വർഷങ്ങൾ. അങ്ങനെ ശിലാടയുടെ ഭക്തിയിൽ പ്രസന്നനായ ഭഗവാൻ ശിവൻ നേരിട്ട് വന്ന് ദർശനം നൽകി. എന്നിട്ട് ഒരു വരവും കൊടുത്തു. ശിലാടയ്ക്ക് സന്താന ഭാഗ്യമില്ലായിരുന്നു. തനിക്കൊരു മകൻ ജനിക്കും എന്നാണ് ഭഗവാൻ ശിവൻ ശിലാടയോട് പറഞ്ഞത്. അങ്ങനെ ഒരു വരമാണ് കൊടുത്തത്. അങ്ങനെ ശിലാടയ്ക്ക് ഒരു മകൻ ജനിച്ചു. അവൻ നല്ല ഒരു കുട്ടിയായി വളർന്ന് വലുതാവും തോറും അവൻ ചുറുചുറുക്കും നല്ല ഇൻ്റലിജൻറ്റും ബ്രില്യൻറ്റുമായിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ട് തളർന്ന് അവശരായ സന്യാസിമാർ ശിലാടയുടെ കുടിൽ സന്ദർശിക്കുന്നത്. ശിലാട അവരുടെ അവശതയൊക്കെ കണ്ട് അവർക്ക് കഴിക്കുവാനായി ഭക്ഷണം നൽകി. അപ്പോൾ അവരുടെ മുഖത്ത് ഒരു വിഷമമുണ്ടായിരുന്നു. ശിലാട അതിൻ്റെ കാരണം ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയോ? ശിലാടയുടെ മകൻ ഭഗവാൻ ശിവൻ തനിക്ക് വരമായി തന്നെ തൻ്റെ മകൻ്റെ ജീവകാലം കുറവാണ്. അവൻ അധികകാലം ജീവിക്കുവാനായി സാധിക്കില്ല. അവൻ അധികം വൈകാതെ തന്നെ മരണപ്പെടും എന്നായിരുന്നു ആ സന്യാസികൾ ശിലാടയോട് പറഞ്ഞത്. ശിലാടയ്ക്ക് നല്ല വിഷമമായി. തനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാത്ത വിധത്തിലുള്ള വിഷമവും തൻ്റെ മകനെ തനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ആവലാതിയുമായിരുന്നു. അങ്ങനെ ശിലാടയുടെ മകൻ ശിവനെ പ്രസന്നനാക്കുവാനായി തപസ് ചെയ്യാൻ തുടങ്ങി. തപസ് ചെയ്തപ്പോൾ ഭഗവാൻ ശിവൻ അതിൽ സന്തുഷ്ടനായി. എന്നിട്ട് ശിലാടയുടെ മകന് ദർശനം കൊടുത്തു. എന്താണ് തൻ്റെ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ശിലാടയുടെ മകൻ പറഞ്ഞു, തനിക്ക് ജീവിതകാലം മുഴുവൻ ഭഗവാന്റെ സേവ ചെയ്യണം. അങ്ങനെയാണ് ഭഗവാൻ ശിവൻ കൂടുതൽ കാലം ജീവിക്കാൻ നന്ദിയാക്കി മാറ്റിയത്. അങ്ങനെയാണ് നന്ദി ശിവഭഗവാന്റെ വാഹനമായത്. താങ്ക്സ് ഫോർ വാച്ചിങ്.